സാധാരണ നമ്മൾ രാവിലെ തന്നെ ആണല്ലോ പോകാറ്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് മാറ്റി പിടിച്ചു. നമ്മളിതാ ചാലിയം ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അത്ര രാവിലെ ഒന്നുമല്ല, എണീക്കുമ്പോൾ തന്നെ 8 മണി ആയതുകൊണ്ട് ഇത് സൺഡേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ എണീക്കുമ്പോൾ തന്നെ ഒരു 8 മണിക്കായി. പിന്നെ മാറ്റി ഒന്ന് പിടിച്ച് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 9:30 ആകുമ്പോഴത്തേക്കും ബീച്ചിലെത്തി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് കളിക്കാനും ഒക്കെ അതിന് മൊത്തം ആൾ കുറവായിരിക്കും, നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് രാവിലെ വരുന്നത്. നമുക്ക് ഇതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നില്ലേ. അപ്പം ഇന്നാണ് വന്നത്. യാമിതാ ബീച്ചിൽ ടോയ്സ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് എടുത്ത കവർ മാറിപ്പോയി. അപ്പോൾ അതാ കുറേ വേറെ എന്തൊക്കെയോ ആക്രി സാധനങ്ങളൊക്കെയാണ് കിട്ടിയത്. എന്നാലും അവൾ അതുകൊണ്ടൊക്കെ ഒപ്പിച്ച് കളിച്ചു. ഡ്രസ്സൊക്കെ മാറ്റി രണ്ടാളും. എനിക്ക് ആദ്യം വന്നപ്പോൾ ഈ തിരേൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അവൾ അങ്ങോട്ട് സെറ്റായി. മണ്ണിലിറങ്ങാൻ പേടിച്ചിരുന്ന ആൾ പിന്നെ മണ്ണ് താരി തിന്നാൻ തുടങ്ങി. ഇതാ പിന്നെ ഏട്ടനാണ് ഇവരെല്ലാം കളിക്കും നിൽക്കും. ഇപ്പോൾ ഇതാ ഗോപുരം പോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതാ ഒരു തുണിയൊക്കെ ഇട്ട് ഞാനിനെ അവിടെ ഇരുത്തി. അങ്ങനെ കുറേ നേരം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എല്ലാവരും ഒന്ന് ഈ ടൈമിൽ വരണം, ശരിക്കും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതാ എനിക്ക് ഇടക്കാല ആശ്വാസമായിട്ട് ഒരു ആപ്പിളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. പിന്നെ അതായത് ആ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടോ നന്നായിട്ട്. അമ്മയും ഏട്ടനും നല്ല കളിയായിരുന്നു വെള്ളത്തിൽ. പിന്നെ നമ്മൾ പോകുന്നു കേട്ടോ. ഒരു 10:45 ആയപ്പോഴത്തേക്ക് പോകുന്നു. ഇന്ന് അത്രയ്ക്ക് വെയിലില്ലാത്തൊരു ദിവസമായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് എയറോപ്ലെയിൻ കേട്ടോ പോകുന്നത്, നേരെ കണ്ടോ, അതൊരു റിമോട്ട് എയറോപ്ലെയിനാണ്. അപ്പോൾ ഈ ചേട്ടന്മാരാണ് അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും കുറച്ച് നേരം നോക്കിയിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ ഒരു വീഡിയോ ആ വീഡിയോയിൽ പെട്ടെന്ന് പോകുന്നൊരു വീഡിയോ അതിൽ ആഡായിട്ടില്ല. പിന്നെ നമ്മളിതാ പോന്നു. ഈ ബീച്ചിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ വൈബ് തന്നെയാണ്, അടിപൊളിയാണ്. എനിക്ക് വേറെ എല്ലാത്തിനേക്കാളും ഏറ്റവും ഇഷ്ടം ബീച്ച് വന്നിരിക്കുക. അത് ഞങ്ങൾ ആദ്യമൊക്കെ യാമി ചെറുതാകുമ്പോൾ ഞങ്ങൾ ഡെയിലി എല്ലാ സൺഡേസിലും ബീച്ചിൽ പോയിരുന്നു. ബീച്ചിൻ്റെ സെറ്റപ്പൊക്കെ മാറി കേട്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ ഓഷ്യാനസ് ചാലിയം എന്നാണ് അവിടെ ബോർഡ് വെച്ചേക്കുന്നത്. അവിടെ എൻട്രൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോന്നു. ഇപ്പോൾ നമ്മളവിടുന്ന് പെട്ടെന്ന് വേറെ എവിടെയും കയറുന്നില്ല, നേരെ പോന്നു. വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അതാ പോന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ബൈ.